മണ്ണിടിച്ചിലിൽ നഷ്ടമായ കിടപ്പാടത്തിനായി അടിമാലി ലക്ഷം വീട് നിവാസികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 5ാം ദിവസത്തിലേക്ക്. സമരം ചെയ്യുന്നവരെ തിരിഞ്ഞു നോക്കാതെ ദേശീയപാത അതോറിറ്റിയും എംപിയും ജില്ലാ ഭരണകൂടവും. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ മറ്റൊരു ദുരന്തത്തെ മുന്നിൽ കണ്ടാണ് ഇവർ സമരപ്പന്തലിൽ കഴിയുന്നത്. സ്വന്തമായി കിടപ്പാടം വേണമെന്ന ആവശ്യവുമായി അടിമാലി ലക്ഷം വീട്ടിലെ 17 കുടുംബങ്ങൾ സമരം ആരംഭിച്ചിട്ട് 5 ദിവസം പിന്നിടുന്നു. 8 മാസം മുമ്പ് അശാസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഫലമായി അടിമാലി ലക്ഷം വീടിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലാണ് നിരവധി കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടത്. ഇതോടെ ഇവരെ വാടക വീട്ടിലേക്ക് ജില്ലാ ഭരണകൂടം മാറ്റി താമസിപ്പിച്ചു. എന്നാൽ വാടക കൃത്യസമയത്ത് കിട്ടാതെ വന്നതോടെ 3 മാസം മുമ്പ് ഇവർ സമരം ആരംഭിച്ചു. തുടർന്ന് കുടിശ്ശിക വന്ന മുഴുവൻ വാടകയും നൽകി വീണ്ടും വാടക വീട്ടിലേക്ക് തന്നെ ഇവരെ തിരികെ അയക്കുകയായിരുന്നു. പിന്നീടും വാടക കുടിശ്ശിക വന്നതോടെയാണ് സ്വന്തമായൊരു വീട് വേണമെന്ന ആവശ്യവുമായി 17 കുടുംബങ്ങൾ സമരവുമായി രംഗത്തെത്തിയത്. സമരം ദിവസങ്ങൾ പിന്നിടുമ്പോഴും ദേശീയപാത അതോറിറ്റിയോ കരാർ കമ്പനിയോ ഇടുക്കി എംപിയോ ജില്ലാ ഭരണകൂടമോ ഈ സാധുക്കളെ തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. ജനിച്ചു വളർന്ന മണ്ണിൽ ഇനി എന്ത് എന്ന ചോദ്യവുമായി കഴിയുകയാണ് കുറച്ചു മനുഷ്യർ. ഇനിയും നമ്മൾ വൈകിക്കഴിഞ്ഞാൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങൾ ഈ സമരത്തിനിറങ്ങേണ്ട കാരണം ഞങ്ങൾ ഇനിയും പരിഗണിച്ചില്ല എങ്കിൽ, ഞങ്ങളോട് മനുഷ്യത്വപരമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായില്ല എങ്കിൽ ഈ സമരം അതിശക്തമായ രീതിയിൽ തന്നെ ഘടിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ആര് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സഹായങ്ങൾ ചെയ്തു തരാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ സമരസമിതി ഉദ്ദേശിക്കുന്നില്ല. ദൈവം മാത്രമേ 8 മാസം മുമ്പ് മണ്ണിടിഞ്ഞ ഈ പ്രദേശത്ത് മഴ കനത്തതോടെ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഇവിടെയാണ് കിടക്കാനൊരു കൂരയ്ക്കായി 17 കുടുംബങ്ങളുടെ പോരാട്ടവും. കൈരളി ന്യൂസ്, ഇടുക്കി.